Hello students. ഇന്ന് നമ്മളൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ഇത് 4th സെമസ്റ്റർ കോംപ്ലിമെന്ററി ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പുതിയ പാറ്റേൺ അല്ല, പഴയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2019 മുതൽക്ക് 2 hours ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സീലിംഗും ഉണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻസും പാരഗ്രാഫ് ഓർ പ്രോബ്ലംസ് എസ്സേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എ വയർ of constant length is doubled. Radius double ആണ്. Then what will be the resistance ആണ്. So we know that നമുക്കറിയാം R is equal to നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? rho is equal to RA by L ആണ്, അല്ലെങ്കിൽ R is equal to rho L by A. റോ കോൺസ്റ്റന്റ് ആണ്, എല്ലും കോൺസ്റ്റന്റ് ആണ്. ഏരിയ എന്താവുന്നു? ഏരിയ ഓഫ് ദി ഏരിയ എന്ന് പറയുന്നത് റേഡിയസ് ഡിപ്പെൻഡന്റ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ദാറ്റ് ഇസ് റോ എൽ ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. ആർ ഇസ് ഡബിൾഡ്, അതിപ്പം ഡബിൾ ആവും. ആർ എന്ന് പറഞ്ഞാൽ 2r ആയിട്ടുണ്ട് സ്ക്വയർ. അപ്പം എന്താ വരിക? റോ എൽ ബൈ പൈ ഇൻറ്റു 4r സ്ക്വയർ, അതായത് റോ എൽ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ, 4πr സ്ക്വയർ, അതായത് 1/4 ആവും. സോ ദ റെസിസ്റ്റൻസ് ബിക്കംസ് 1/4. റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ഇറ്റ് റെസിസ്റ്റൻസ്. അപ്പം കണ്ടക്ടറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും, because it has a positive coefficient of resistance. Next one, the direction of magnetic lines of force is from north pole to south pole. The angle of dip at earth pole is 90 degree. Principle of Carry-Foster bridges, Wheatstone's principle. Wheatstone's bridge in the principle ആണ്. For a diamagnetic material, the value of chi is negative. The unit of magnetic flux density is Tesla. Next question, the energy released by a nuclear bomb that destroyed Hiroshima was equivalent to 1.4 kilotons of TNT. ന്യൂക്ലിയർ ബോംബിന്റെ ഹിരോഷിമയിൽ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ബോംബിന്റെ എനർജി റിലീസ് പറയുന്നത് എത്രയാണ്? 1.4 kilotons of TNT എക്സ്പ്ലോഷന്റെ ഇക്വലന്റ് ആണ്. ദിസ് ഈസ് ഇക്വലന്റ് ടു എത്രയാണ്? 9 × 10⁻26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. The mass that was converted into energy in this explosion was. അപ്പോൾ അതെങ്ങനെയാ ചെയ്യാൻ നോക്കിയാൽ, the mass that converted to അതായത് മാസ് E equal to mc square എന്നുള്ളത് വെച്ചിട്ട് ചെയ്യാം. ഇതിന്റെ എനർജി ഇതാണ്. മാസ് E equal to മാസ് എനർജി ഇതാണ്, മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.6 × 10⁻³ കിലോഗ്രാം എന്ന് കിട്ടും. 1 curie is equal to 3.7 × 10⁻10 radioactive decay per second ആണ്. Particles that participate in strong nuclear interaction are called hadrons. Hadrons-ന്റെ definition ആണിത്. Now next we will see the short questions. First one is, what do you mean by electrostatic shielding? Electrostatic shielding എന്ന് പറഞ്ഞാൽ the electric field inside a conductor is zero. ഏതൊരു കണ്ടക്ടറിന്റെയും ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ആ പ്രോപ്പർട്ടി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ എ തണ്ടർ സ്റ്റോം അക്കമ്പനീഡ് ബൈ ലൈറ്റ്നിങ്, ഭയങ്കര ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് സേഫർ ടു ബി ഇൻസൈഡ് എ കാർ ദാൻ ടു ബി in the open ground or under a tree. The metallic body of the car or bus provides electrostatic shielding from lightning. നമ്മൾ മെറ്റാലിക് ബോഡിയാണ്, അതൊരു കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. സോ ആ കണ്ടക്ടറിനുള്ളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒന്നും വരില്ല. സോ എന്തുണ്ടാവും? ഇറ്റ് വിൽ ആക്ട് ആസ് എ പ്രൊട്ടക്ടർ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. നെക്സ്റ്റ് വൺ, വാട്ട് ഡു യു മെൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡെഫിനിഷൻ എഴുതാം ആൻഡ് ദ എക്സ്പ്രഷൻ എഴുതാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഏതൊരു എക്സ്പ്രഷൻ എഴുതിയാലും അതിലുള്ള ടേംസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം.
പിന്നെ what is hysteresis? Magnetic hysteresis ആണ് when a magnetic substance is subjected to a cycle of magnetization. It is found that the flux density always lags behind the magnetizing field H. The lag of magnetization behind the magnetizing field is called hysteresis. പിന്നെ റിഡക്ഷൻ ഫാക്ടർ ഓഫ് ടി ജി ഐ ഈക്വൽ ടു കെ ടാൻ തീറ്റ ഇത് എഴുതാം. എന്താണെന്നുള്ളത് ഡെഫിനിഷൻ എഴുതാം. The reduction factor defines as the current required to produce a deflection of 45 degree. 45 degree deflection ഉണ്ടാക്കാനുള്ള കറണ്ടിനാണ് നമ്മൾ റിഡക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി? ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി അല്ല, അതിനിടയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൗൺ 2 characteristics of nuclear forces. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇതിൽ ഇപ്പം 4 എണ്ണമൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് റേഞ്ച് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്, റിലേറ്റീവ് ഓറിയന്റേഷൻ സ്പിൻസ് ഓഫ് ദി ഇന്ററാക്ടിങ് ന്യൂക്ലിയോൺസ് ആണ്. ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയോൺസ് ആണ്. പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി സെൻട്രൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓറിയന്റേഷൻ ഓഫ് ദി സ്പിൻസ് റിലേറ്റഡ് ടു ലൈൻ ജോയിനിങ് ഓഫ് ദി 2 ന്യൂക്ലിയോൺസ്. പിന്നെ വാട്ട് ഈസ് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി? അപ്പം ബൈൻഡിങ് എനർജി ഡെഫിനിഷൻ എഴുതാം. ഡെൽറ്റ എം സി സ്ക്വയർ. ഈ ഇക്വേഷൻ എഴുതണം. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ റെസൊണൻസ് പാർട്ടിക്കിൾസ് എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസൊണൻസ് പാർട്ടിക്കിൾ എന്നുള്ളത് എന്താണെന്ന് മീൻ ചെയ്യുന്നതെന്നുള്ള ഡെഫിനിഷൻ എഴുതാം. Resonance is an extremely short-lived phenomenon associated with subatomic particles called hadrons that decay via strong nuclear force. Resonance occurs when the net energy of the colliding subatomic particles is just enough to produce its rest mass, which the strong force that causes to disintegrate within 10⁻⁻³ seconds. For definition എഴുതാം. ഇനി നെക്സ്റ്റ് വൺ 19th ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ളത് 18th ക്വസ്റ്റ്യൻ ഉണ്ട്. കമ്പയർ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താ, മാഗ്നറ്റിക് ഫീൽഡ് എന്താന്നുള്ളത് എഴുതാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് എഴുതാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് എഴുതാം. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, മറ്റേ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാം. ഫീൽഡ് ലൈൻസ് പ്രോപ്പർട്ടീസ് എഴുതാം. മാഗ്നറ്റിക് ഫീൽഡ് എന്താ, ഇലക്ട്രിക് ഫീൽഡ് എന്താന്നത് ഡിഫറൻസ് എഴുതാം. അത് ഒന്ന് ഇലക്ട്രിക് ഫീൽഡിന്റെ ആണെങ്കിൽ the divergence of electric field will be curl of the electric field will be 0. Del cross E will be 0. Divergence എന്ന് പറയുന്നത് del dot E equal to rho by epsilon 0. Curl of electric field del cross E will be 0. മറ്റേത് del dot B, the divergence of magnetic field will be 0. Divergence of curl of magnetic field will be mu 0 J. അപ്പോൾ അങ്ങനെയുള്ള കമ്പയർ ചെയ്തതാ. നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ? ഡിസ്ക്രൈബ് ടാൻ എ ആൻഡ് ടാൻ ബി പൊസിഷൻ. അപ്പം മാഗ്നറ്റോമീറ്റർ എന്താണെന്ന് എഴുതണം. എന്നിട്ട് ടാൻ എ പൊസിഷൻ, ടാൻ ബി പൊസിഷൻ വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ is a device used to measure the magnetic moment of a magnet. It works on the principle of tangent law. Tangent law എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. B equal to BH tan theta എന്ന് വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക. ടാൻ എ പൊസിഷൻ പറയാം, ടാൻ എ പൊസിഷനിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറയാം. അതേപോലെ ടാൻ ബി പൊസിഷൻ്റെതും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. മാഗ്നറ്റ് is perpendicular to the scale of the arm. This is called the B position, tan B position. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how will you determine unknown resistance using potentiometer? ഡയഗ്രാംസ് എപ്പോഴും ശ്രദ്ധിക്കുക. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാൻ, മാക്സിമം ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡയഗ്രാംസ് എന്തായാലും തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുമെന്നുള്ളത് പെട്ടെന്ന് എക്സാമിനർക്ക് മനസ്സിലാവും. ഇവിടെ ഈ കണക്ഷൻസ് വേണം, കണക്ഷൻസ് ചെയ്യാം, എഴുതാം. പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയാണ് എക്സ്പെരിമെന്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ചെയ്യുക. ഈ ഗ്യാപ്പിൽ 1 ഗ്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ് ആണ് സർക്യൂട്ട് ഉണ്ടാവുക. അന്നേരം IX is equal to V1 ആയിരിക്കും. പിന്നെ ഈ 2 എന്നുള്ള ഗ്യാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ആറിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഉണ്ടാവുക. ദെൻ R is equal to V2. അപ്പം ഇവിടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ IX by IR is equal to L1 by L2. From there you can find out X is equal to R into L1 by L2. This is how you find out the unknown resistance using potentiometer.
പിന്നെ ഉള്ളത് ഡിസ്കസ് ദി ബയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ന്യൂക്ലിയർ റേഡിയേഷൻ. ന്യൂക്ലിയർ റേഡിയേഷൻ്റെ നിങ്ങൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ എഴുതുക. ഇവിടെ ജസ്റ്റ് എഴുതിയത് ഹ്യൂമൻ being are much sensitive to the radiation of gamma ray and X-rays. Some of the damages caused are impairment of the production of blood corpuscles, damages to the reproductive system, damages to the lens of the eye, production of cancer, etc. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ ന്യൂക്ലിയർ ഹസാർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിട്ട് എഴുതാം. പിന്നെ വാട്ടർ ലെപ്റ്റോൺസ് എന്താണെന്ന് നോക്കുക. 6 ലെപ്റ്റോൺസിന്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലെപ്റ്റോൺസ് ആർ ദി വീക്ലി ഇന്ററാക്ടിങ് ഫെർമിയോൺസ്. സ്പിൻ ഹാഫ് ആണ്, നോട്ട് എഫക്റ്റഡ് ബൈ സ്ട്രോങ് ഫോഴ്സസ് ആണ്. ദേ ടേക്ക് പാർട്ട് ഇൻ വീക്ക് ഇന്ററാക്ഷൻ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷൻ വെൻ ചാർജ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ ന്യൂട്രിനോ, ന്യൂയോൺ, ന്യൂട്രിനോ, ടോ ന്യൂട്രിനോ. ഇതാണ് 6 ലെപ്റ്റോൺസ് ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ എഴുതാം. ഇനി ഡി സെക്ഷൻ എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. A spherical drop of water carrying a charge of 3 × 10⁻⁶ coulombs has a potential of 500 volt at its surface. What is the radius of the drop? അപ്പോൾ ഇതിൽ നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്ഫിയറിക്കൽ ഡ്രോപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചാർജ് തന്നിട്ടുണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, റേഡിയസ് എത്രയായിരിക്കും എന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതാം. 1/4πε0 Q/R എഴുതാം. പൊട്ടൻഷ്യൽ 500 തന്നിട്ടുണ്ട്. 1/4πε0ന്റെ വാല്യൂ 9 × 10⁹ ആണ്. Q നമുക്ക് തന്നിട്ടുള്ളത് 3 × 10⁶ ആണ്. R എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കിട്ടും. സോ R will be equal to 54 മീറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you will be able to find the answer. 24th question. ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ പെർ ഡിഗ്രി സെൽഷ്യസ് ആക്കണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ മാറ്റണം. പെർ കെൽവിൻ ആക്കണമെങ്കിൽ നമുക്കുള്ള തന്നിട്ടുള്ള ടെമ്പറേച്ചർ അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റീം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഇതാ സ്റ്റീം പോയിന്റ്. അപ്പോൾ സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ളത് ഓർമ്മയുണ്ടാവണം. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് റോഡ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ലെങ്ത് തന്നിട്ടുണ്ട്. ഹാസ് എ കോയിൽ ഓഫ് 300 ടേൺസ് വൗണ്ട് ഓവർ ഇറ്റ് യൂണിഫോംലി. A current of 2 ampere is sent through it. Calculate. എന്തൊക്കെയാണ് കാണേണ്ടത്? H കാണണം, മാഗ്നറ്റൈസേഷൻ M കാണണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണണം, mu R കാണണം, റിലേറ്റീവ് പെർമിയബിലിറ്റി കാണണം, Chi തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യാം. ലെങ്ത് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ N, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് അതുകൊണ്ട് കാണണം. നമ്പർ ഓഫ് ടേൺസ് ടോട്ടൽ ഡിവൈഡ് ബൈ ലെങ്ത് ആണ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n ആണ്. പിന്നെ H എന്ന് പറയുന്നത് N × I0 ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ദി കറണ്ട്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ മാഗ്നറ്റൈസേഷൻ അതുപോലെ M = Chi × H ആണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ B = μ0 × H + M ആണ്. എത്രയാണെന്ന് എഴുതാം. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ μ/μ0 ആണ്. That will be equal to B/μ0H ആയിരിക്കും. B/M B/μ0H ആയിരിക്കും. That will give you an answer. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് കാണാനുള്ളത്. പിന്നെ ഉള്ളത് ഹാഫ് ലൈഫിന്റെ പ്രോബ്ലം ആണ്. അതെന്തായാലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും റേഡിയോ ആക്റ്റീവ് ഡീകേ അതല്ലെങ്കിൽ ഹാഫ് ലൈഫ് അത് വെച്ച് ചോദിക്കും. അത് നിങ്ങൾ ടെക്സ്റ്റിൽ സോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാം. 26th ക്വസ്റ്റ്യൻ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഉള്ളതെല്ലാം 27th വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ന്യൂട്രോൺ, പ്രോട്ടോൺ, പൈൻ, മെസോൺ, K+ അങ്ങനത്തെ എന്തൊക്കെയാണ് കോർക്ക് മോഡലിൽ അത് വരയ്ക്കാം. സ്ട്രക്ചർ നോക്കുക, അതുപോലെ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കോമ്പിനേഷൻസ് ഒക്കെ ഓർത്തിരിക്കണം. പിന്നെ essay ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എപ്പോഴും essay ക്വസ്റ്റ്യൻ നോക്കുക. 2 പാർട്ട് ഉണ്ടെങ്കിൽ 2 പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഗോസ് ലോ, അത് സ്റ്റേറ്റ് ചെയ്യുക, അതിൻ്റെ പ്രൂഫ് എഴുതുക. പിന്നെ അതിൻ്റെ കൂടെ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ
പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഇക്വേഷനും എഴുതാം. σ/2ε0 അത് വരുന്ന ഇക്വേഷനും കണ്ടുപിടിക്കാം, ഡെറിവേഷനും പഠിക്കാം. പിന്നെ ഉള്ളത് ഡിസ്കസ് ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ അതും ചിത്രമൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വർക്കിംഗും കൺസ്ട്രക്ഷൻ എഴുതാം, വർക്കിംഗ് എഴുതാം. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ദ ലോ ഓഫ് റേഡിയോമാഗ്നറ്റിക് ഡിsintegration and derive the expression for number of atoms present at any instant, half life, mean life. അപ്പോൾ ഇതും ഓരോ പാർട്ടായിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ലോ ഓഫ് റേഡിയോമാഗ്നറ്റിക് ഡിsintegration സ്റ്റേറ്റ് ചെയ്യുക, ഇതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ആറ്റംസ് പ്രസൻറ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ, മീൻ ലൈഫിൻ്റെ എക്സ്പ്രഷൻ. പിന്നെ ഉള്ളത് വാട്ട് യു മെൻ ബൈ ഫെറോമാഗ്നറ്റിസം, എക്സ്പ്ലെയിൻ ഹിസ്റ്ററിസിസ് കർവ്. ഫെറോമാഗ്നറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം ഹിസ്റ്ററിസിസ് കർവ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയുമാണ് നമ്മളുടെ കോംപ്ലിമെൻ്ററി 4th സെമസ്റ്ററിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.